നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ 1000 ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വേനൽ കനത്തു, ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടുതീ. വടക്കനാട് കരിപ്പൂരിൽ 25 ഹെക്ടറോളം വനം കത്തിനശിച്ചു. ബത്തേരി നഗരസഭയിൽ ഭരണസമിതിക്കെതിരായ അവിശ്വാസം നാളെ. ഇരുമുന്നണികളും BJPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകി. നൂൽപ്പുഴ വനം വകുപ്പിനെതിരെ പഞ്ചായത്ത്. വനം വകുപ്പിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും പ്രതിഷേധവുമായി വാർഡൻ ഓഫീസിലെത്തി. ജില്ലാ കൃഷി ഓഫീസറുടെ കർഷക വിരുദ്ധ സമീപനം മാറ്റി കർഷകരെ രക്ഷിക്കണമെന്ന FRF. ജില്ലാ കൃഷി ഓഫീസ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതായും FRF ആരോപണം. SFI ജില്ലാ സമ്മേളനത്തിന് തുടക്കം. പ്രതിനിധി സമ്മേളനം നാളെ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 278 പ്രതിനിധികൾ. വനത്തിൽ താമസിക്കുന്ന ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ ആശങ്കയോടെ വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളും. കേരളത്തിൽ 894 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. സംസ്ഥാനത്തെ തോട്ടം മേഖലയുടെ സംരക്ഷണത്തിന് പ്ലാന്റേഷൻ പോളിസി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. LDF സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ AR രാജകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ സന്നിത ജഗദീഷ്, ADM K അജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ ആകെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ ഭരണഘടന അനുസരിച്ച് ഉള്ള സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എല്ലാം കേരളത്തെയും ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് തികച്ചും മുക്തമായിക്കൊണ്ട് തികച്ചും മാറി നിന്നുകൊണ്ട് ഒരു നടപടി കേരളത്തിനൊരു മേഖലയിലും സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിന് സാധ്യമായ എല്ലാ രംഗത്തും കേരളത്തിൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹിമ. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയും ആരോഗ്യവകുപ്പും സംയുക്തമായി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച ലഹരി മോചന കേന്ദ്രത്തിന്റെയും കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഖി വൺ സ്റ്റോപ്പ് സെന്ററിന്റെയും ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പുതിയ പദ്ധതികളാണ് ഈ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനം. കണ്ണ് പരിശോധന, കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താനുള്ള ഓഫ്താൽമോളജി വിഭാഗമടക്കം. അതുപോലെ തന്നെ ഇവിടെ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റല്, അത് നിങ്ങൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു അത്യന്താധുനിക ആശുപത്രിയായി ബത്തേരി താലൂക്ക് ആശുപത്രി മാറിയിരിക്കുന്നു. അവിടെ ഒരു വലിയ നിലവാരമുള്ള നമ്മുടെ ഡയാലിസിസ് യൂണിറ്റും അടക്കമുള്ള ഒരുപാട് സംരംഭങ്ങൾ, ഞാനത് സമയക്കുറവുകൊണ്ടിവിടെ പറയുന്നില്ല. വേനൽ കനത്തു, ജില്ലയിൽ വിവിധയിടങ്ങളിൽ കാട്ടുതീ വ്യാപകമാകുന്നു. വടക്കനാട് കരിപ്പൂർ മേഖലയിൽ വ്യാപക കാട്ടുതീ. ഹെക്ടർ കണക്കിന് വനം കത്തിനശിച്ചു. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് വടക്കനാട് മേഖലയിൽ കാട്ടുതീ പടർന്നത്. കുറിച്ചാട് റേഞ്ചിൽപ്പെടുന്ന താത്തൂർ വനമേഖലയിലെ കല്ലൂർക്കുന്ന് ഭാഗത്താണ് തീ ആദ്യം കാണപ്പെട്ടത്. ഇത് അണയ്ക്കുന്നതിനിടെ 1.5 കിലോമീറ്റർ മാറി മണലാടിയിലും തീ പടർന്നു. തുടർന്ന് 50 ഏക്കറിലും പാറക്കൊല്ലിയിലും ആനപ്പന്തിയിലും തീ പടർന്നു പിടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ 120ഓളം വനപാലക സംഘം ഏറെ നേർ പണിപ്പെട്ടാണ് തീ അണച്ചത്. തീ കത്തിയ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ സാധിക്കാത്തത് തീ പെട്ടെന്ന് അണയ്ക്കുന്നതിന് തടസ്സമായി. അസ്വാഭാവികമായി തീപിടിച്ചത് സംബന്ധിച്ച് വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തീ പടർന്ന പാറക്കൊല്ലി ഭാഗത്ത് ഇന്നും കാട്ടുതീ പടർന്നു. ഉച്ചയ്ക്ക് ശേഷം കുപ്പാടി ഫോറസ്റ്റ് സെക്ഷനിൽപ്പെടുന്ന കാളിമലവട്ടം
50 ഏക്കർ, പച്ചാടി, ഗൗണ്ടർമൂല, 6 മൈൽ എന്നിവിടങ്ങളിലും തീ പടർന്നു. 100ഓളം വരുന്ന വനപാലകരുടെ മണിക്കൂറുകളോളം നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് തീ അണഞ്ഞത്. രണ്ടാം ദിവസവും കാട്ടുതീ പടർന്നതോടെ വയനാട് വന്യജീവി സങ്കേതത്തിൽ 50 ഹെക്ടറോളം വനഭൂമിയാണ് കത്തിനശിച്ചത്. ഇതിനു പുറമെ ബത്തേരിക്കടുത്ത ബീനാച്ചി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മന്തങ്കുലിയിലും ചൂരിമലയിലും തീപിടുത്തമുണ്ടായി. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. കൽപ്പറ്റ നഗരത്തിൽ സിവിൽ സ്റ്റേഷന് പിൻവശം തോട്ടത്തിന് തീപിടിച്ചു. PWD ഓഫീസിന്റെ സമീപത്തായി ഉച്ചയ്ക്ക് 1:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. 1/2 ഏക്കറിലധികം സ്ഥലം കത്തിനശിച്ചു. കൽപ്പറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളെത്തി തീയണച്ചു. അരമണിക്കൂറോളം എടുത്താണ് തീയണച്ചത്. ഇരുമുന്നണികൾക്കും ചങ്കിടിപ്പേറ്റി ബത്തേരി നഗരസഭയിൽ നാളെ അവിശ്വാസ പ്രമേയ ചർച്ചയും വോട്ടെടുപ്പും. ഇരുമുന്നണികളും BJPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകി. നാളെ രാവിലെ 9 മണി മുതലാണ് അവിശ്വാസ പ്രമേയ നടപടികൾ ആരംഭിക്കുക. LDFനും UDFനും 17 വീതവും BJPക്ക് ഒരംഗവുമുള്ള നഗരസഭയിലാണ് LDF ഭരണസമിതിക്കെതിരെ നാളെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ചെയർമാനെതിരെ രാവിലെയും വൈസ് ചെയർമാനെതിരെ ഉച്ചയ്ക്ക് ശേഷവുമാണ് പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുക. അതേസമയം ഇരുമുന്നണികളും BJPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇരുപക്ഷത്തിനും 17 അംഗങ്ങൾ വീതമുള്ളതിനാൽ ഒരംഗമുള്ള BJPയുടെ നിലപാടായിരിക്കും നിർണായകം. ഈ അംഗം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ അവസാന മണിക്കൂറിലും അവിശ്വാസം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് വ്യക്തമല്ല. അവിശ്വാസം വിജയിപ്പിക്കാൻ UDFും പരാജയപ്പെടുത്താൻ LDFും അണിയറ നീക്കങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. നൂൽപ്പുഴയിൽ വനംവകുപ്പിനെതിരെ പഞ്ചായത്ത്. വനംവകുപ്പിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ നൂൽപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി വാർഡൻ ഓഫീസിലെത്തി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് സ്ത്രീകളടക്കം 100ഓളം പേർ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് നടന്ന ചർച്ചയിൽ കൂട്ടായ തീരുമാനത്തിലൂടെ പ്രശ്നപരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. വടക്കനാട് കൊമ്പനെ പിടികൂടുക, പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നടപടികൾ പിൻവലിക്കുക, ഓടപ്പള്ളം സർവേ പ്രശ്നം പരിഹരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുക, വനാവകാശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധമുയർത്തിയത്. ഈ വിഷയത്തിൽ നൂൽപ്പുഴ പഞ്ചായത്തും വനംവകുപ്പും ഏറെ നാളായി അകൽച്ചയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി ഇന്ന് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും വന്യജീവി സങ്കേതം മേധാവിയുടെ ഓഫീസിലെത്തിയത്. പിന്നീട് 3 മണിക്കൂർ വാർഡനുമായി നടന്ന ചർച്ചയിൽ കൊമ്പനെ 20 ദിവസത്തിനകം പിടികൂടുമെന്നും മറ്റ് വിഷയങ്ങളിൽ ജാഗ്രതാ സമിതി കൂടിയും സ്ഥലം സംയുക്തമായി പരിശോധിച്ചും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിച്ചത്. വടക്കനാട് കൊമ്പന്റെ കാര്യം നമ്മൾ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. എല്ലാം ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യുന്ന ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു, ഈ നായെ പിടിക്കാൻ വേണ്ടി പിടിക്കാൻ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ കുങ്കിയാനയുടെ 3 കുങ്കിയാനയുടെ ഹെൽപ്പ് വേണം. എങ്കിൽ മാത്രമേ ഈ ആനയെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ ഈ ആനകൾ കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇല്ല, ആ ഒരു സംഭവം നടന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മുതുമലൈ സാങ്ച്വറിയിൽ അനുഭവമാണ്. എന്താണെന്നറിയില്ല, എത്രയോ വർഷത്തിന് ശേഷമുള്ള ഒരു അനുഭവമാണ്. അവിടെ 6 or 9 മാസമൊക്കെ ആയിട്ട് കളിച്ചാണ്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ജില്ലാ കൃഷി ഓഫീസറുടെ കർഷക വിരുദ്ധ സമീപനം മാറ്റി കർഷകനെ സംരക്ഷിക്കണമെന്ന് FRF. അല്ലാത്തപക്ഷം ജില്ലാ കൃഷി ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും FRF ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. കാട്ടിക്കുളം നടുക്കുടിയിൽ പാപ്പച്ചൻ എന്ന കർഷകനോടാണ് കൃഷി ഓഫീസറുടെ ധിക്കാര സമീപനം. അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ജില്ലാ കൃഷി ഓഫീസ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന അനുഭവങ്ങൾ വ്യാപകമാവുകയാണ്. പാപ്പച്ചന് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണ്. ഇത്തരം ക്രൂര വിനോദങ്ങൾ മാറ്റി കർഷകന്റെ ആനുകൂല്യം ഉടൻ നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കാട്ടിക്കുളത്ത് നടുക്കുടിയിൽ പാപ്പച്ചൻ എന്ന കർഷകൻ കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം 50% സബ്സിഡി കിട്ടുമെന്നുള്ള തീരുമാനത്തിൽ കിണർ നിർമ്മാണം ആരംഭിച്ചു. അതിനുശേഷം നിർമ്മാണം പൂർത്തിയാക്കി വായ്പ എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം ജില്ലാ കൃഷി ഓഫീസർ പറയുന്നത് 50% സബ്സിഡി തരാൻ കഴിയില്ല, പമ്പ് സെറ്റിൻ്റെ മാത്രം വെറും 50% മാത്രമേ തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് സുമാർ 80,000 രൂപ മുതൽ മുടക്ക് വന്ന ആ പ്രസ്ഥാനത്തിന് വെറും 12,000 രൂപ മാത്രമാണ് ആ കർഷകന് ഇതുവരെ അനുവദിച്ചു കൊടുത്തത്. ഇനി ഉള്ള സബ്സിഡി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ കണ്ടതുപോലെ കൂട്ടിക്കോ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പാവപ്പെട്ട കർഷകൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തനിക്ക് നീതി കിട്ടാൻ വേണ്ടി.
SFI ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ഇന്നും നാളെയും മറ്റന്നാളുമായി കൽപ്പറ്റയിലാണ് സമ്മേളനം നടക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് കൽപ്പറ്റ ടൗണിൽ ജില്ലയിലെ വിവിധ സ്കൂൾ, കോളേജ് യൂണിറ്റുകളിൽ നിന്നും എത്തിയ SFI പ്രവർത്തകരുടെ വിദ്യാർത്ഥി റാലിയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് SFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈമൺ ബ്രിട്ടോയുടെ നാമധേയത്തിലുള്ള പൊതുസമ്മേളന നഗരിയിൽ നടന്ന പരിപാടി SFI സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി അധ്യക്ഷനായിരുന്നു. NK പ്രേമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. നാളെയും മറ്റന്നാളും രക്തസാക്ഷി അഭിമന്യു നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്യും. 235 പ്രതിനിധികളും 35 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 8 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഇവിടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ മാർച്ച് നടക്കും. നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക, നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പാർലമെന്റിൽ മാർച്ച് നടത്തി. ഈ രാജ്യം ഭരിക്കുന്നത് ആരാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലോ ഈ രാജ്യത്തിന് യാതൊരു സംഭാവനയും നൽകിയില്ലാത്തവർ, ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ള ഒരു പാഠപുസ്തകത്ത് പോലും ഇവരുടെ ഏതെങ്കിലും ഒരു സമരമോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമോ കാണാനില്ല. പക്ഷേ ഈയിടെയായി കാണപ്പെടുന്നു. സംസ്ഥാനത്തെ തോട്ടമേഖലയുടെ സംരക്ഷണത്തിന് സർക്കാർ ഒരു പ്ലാന്റേഷൻ പോളിസി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയരുന്നു. 2016 ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് തോട്ടമേഖല പുനഃസംഘടിപ്പിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ യൂണിയനുകളും സർക്കാരും ഉടൻ ആരംഭിക്കണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. 3.5 ലക്ഷത്തോളം തൊഴിലാളികൾ നേരിട്ടും 15 ലക്ഷത്തോളം ആളുകൾ പരോക്ഷമായും തോട്ടം മേഖലയെ ആശ്രയിച്ചാണ് സംസ്ഥാനത്ത് ജീവിക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യവസായവും തൊഴിൽ മേഖലയും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അർഹിക്കുന്ന ഗൗരവത്തോടെ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. ഈ മേഖലയിൽ നിയമിക്കപ്പെട്ട കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ചവറ്റുകുട്ടയിൽ തള്ളിയ അനുഭവമാണ് മുമ്പുണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി 2015 നിയമിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 2016 സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഒരു പ്ലാന്റേഷൻ നയം പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത്. കേരളത്തിൽ മാത്രമായി നിലനിൽക്കുന്ന പ്ലാന്റേഷൻ നികുതി, കാർഷികാദായ നികുതി, കെട്ടിട നികുതി മുതലായവ ഒഴിവാക്കപ്പെടണം. കാലോചിതമായി തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കണം. കമ്മീഷൻ ശുപാർശ ചെയ്തതുപോലെ തൊഴിലാളികൾക്ക് ഭവന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചികിത്സാ സൗകര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കണം. ഇന്നത്തെ നിലയിൽ മറ്റൊരു മാർഗമില്ലാത്തതിനാൽ ഈ ജോലിയിൽ തുടരുകയാണ്. ഈ മേഖലയിൽ തുടരാൻ കഴിയാത്തത്ര ദുരിതത്തിലാണ് തങ്ങളുടെ ജീവിതമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾ വെയിലത്ത് പണിയെടുക്കുന്നുണ്ട്. 301 രൂപ കൂലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താകാനാ? മക്കളെ പഠിപ്പിക്കണം, അരി വാങ്ങണം, മറ്റുള്ള ചുറ്റുപാടുകൾ. പിന്നെ പിരിഞ്ഞു പോയാൽ എസ്റ്റേറ്റിൽ റൂമില്ല. ഇപ്പം പിന്നെ വാടകയ്ക്ക് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വിഷയം വരില്ല. പിന്നെ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞ് ഞാനിപ്പോൾ പണിയെടുക്കണ്. ആ 301 റുപ്യ അല്ലാതെ വേറൊരു പൈസ ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇപ്പോൾ ശമ്പളമില്ല. ഇത്രയായി. ഇന്നിപ്പോൾ 21, 22 ആയി. ഒരു എന്താ പറയുക, എസ്റ്റേറ്റിൽ പിന്നെ ജീവിക്കാൻ പറ്റും. ഞങ്ങൾ കൂലി ഇപ്പോൾ തീരുമാനമാകും പറഞ്ഞിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ പിരിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലായി. ഇതാണ് തൊഴിലാളികളുടെ അവസ്ഥ. ഇപ്പോൾ അതാ വെയിലത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നേരത്തെ ഒരു മിനിറ്റ് ലേശം തൂക്കണം എന്ന് പറഞ്ഞാൽ ആരോടാ പറയുക? എസ്റ്റേറ്റിൻ്റെ സ്ഥിതി ഇതാണ്. വ്യവസായത്തിലെ പ്രതിസന്ധിയുടെ ഭാരം തൊഴിലാളികൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ തുടർന്നാൽ ഈ മേഖല കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുകയേ ഉള്ളൂ. ഒരു പ്ലാന്റേഷൻ നയം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് തോട്ടം മേഖലയെ പുനഃസംഘടിപ്പിക്കാൻ നടപടി ഉണ്ടാവണം. ആ തലത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരണമെന്നാണ് നിലവിലുള്ള ആവശ്യം. പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് ഉണ്ടാകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വനത്തിൽ കുടിൽകെട്ടി താമസിക്കുന്ന ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ ആശങ്കയോടെ ജില്ലയിലെ ആദിവാസികളും ഗോത്രവംശജരും ആദിവാസികളുമടക്കം 11 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 894 കുടുംബങ്ങളെ കേരളത്തിൽ ഒഴിപ്പിക്കേണ്ടി വരും. കേന്ദ്ര വനാവകാശ നിയമത്തിൽ മാറ്റം വരുത്തി മുഴുവൻ ആദിവാസികൾക്കും ഭൂമി നൽകണമെന്ന ആവശ്യം ആദിവാസി സമൂഹം ശക്തമാക്കുന്നതിനിടയിലാണ് ഈ ഉത്തരവ്. വനാവകാശ സംരക്ഷണ നിയമം ആദിവാസികൾക്ക് അനുകൂലമായി മാറ്റം വരുത്തണമെന്ന
ആദിവാസികളുടെ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചതിന്റെ ഫലമായാണ് സുപ്രീം കോടതി വിധിയെന്നും ആക്ഷേപമുണ്ട്. ആദിവാസികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനു പകരം വനം സംരക്ഷണ സമിതികൾ നൽകിയ ഹർജിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2006 വനാവകാശ നിയമപ്രകാരം 2005 ഡിസംബർ 13 വരെ വനത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഭൂമി നൽകാൻ കഴിയുക. ഈ നിയമത്തിൽ മാറ്റം വരുത്തി 2005 ശേഷം വനത്തിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർക്കും ഭൂമി നൽകണമെന്നാണ് ആദിവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യവുമായി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് 2005 മുമ്പും വർഷങ്ങളായി വനത്തിൽ താമസിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ പുറന്തള്ളപ്പെടുന്നത്. 2 വട്ടം രജിസ്റ്റർ ചെയ്യപ്പെട്ട അപേക്ഷകൾ ഒഴിച്ചാൽ വനംവകുപ്പിന്റെ കടുംപിടുത്തമാണ് പലർക്കും ഭൂമി ലഭിക്കാൻ അർഹതയില്ലാതാക്കിയതെന്നാണ് ആദിവാസികൾ പറയുന്നത്. കേരളത്തിൽ ആദിവാസി ജനസംഖ്യയിൽ 30% വയനാട്ടിലാണ്. 36,000-ഓളം കുടുംബങ്ങളിൽ നിന്നായി 1,53,000 ആദിവാസികൾ ജില്ലയിലുണ്ട്. 4,365 ആദിവാസി കുടുംബങ്ങൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകി. പുതുതായി അപേക്ഷിച്ച 720 പേർക്ക് കൂടി ഭൂമി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതി വിധി എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സമരഭൂമിയിലുള്ളവർ. ഇവരെയെല്ലാം പരിഗണിക്കുന്നതിനായി വനാവകാശ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട AKSന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ആദ്യവാരം ലോങ് മാർച്ചും നടത്തിയിരുന്നു. ഇത്തരം പ്രതിഷേധം ശക്തമാവുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അനൂപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ബത്തേരിയിലെ രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് ഭാഗികമായി തുറന്നുകൊടുത്തു. ഗാന്ധി ജംഗ്ഷൻ മുതൽ കൈപ്പഞ്ചേരി വരെയുള്ള 425 മീറ്റർ മൺപാതയാണ് ഇന്ന് തുറന്നു നൽകിയത്. റോഡിലിട്ട മണ്ണ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് റോഡ് താൽക്കാലികമായി തുറന്നത്. ബത്തേരി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ രാജീവ് ഗാന്ധി മിനി ബൈപ്പാസാണ് താൽക്കാലികമായി തുറന്നു നൽകിയത്. ഗാന്ധി ജംഗ്ഷൻ മുതൽ കൈപ്പഞ്ചേരി വരെയുള്ള 425 മീറ്റർ റോഡാണ് തുറന്നത്. ഈ ഭാഗം 1 മീറ്റർ വീതിയിൽ മണ്ണിട്ട് ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോഡിലിട്ട മണ്ണ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് റോഡ് താൽക്കാലികമായി തുറന്നതിന് കാരണമായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പറയുന്നത്. സുൽത്താൻ ബത്തേരി നിവാസികളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. 3 പതിറ്റാണ്ട് കാലങ്ങളായി മുടങ്ങിക്കിടന്ന രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് സുൽത്താൻ ബത്തേരിയുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ കേസുകളെല്ലാം ചർച്ച ചെയ്ത് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം സ്നേഹം നിറഞ്ഞ നമ്മുടെ കക്കോടൻ ഫാമിലി വിട്ടുതന്നു. അതുപോലെ കോഴിക്കോട് സ്വദേശി രമണി ഭാസ്കരൻ ഒരു 4 സെൻറ്റ് സ്ഥലം വിട്ടുതന്നു. അങ്ങനെ 1 ഏക്കർ 34 സെൻറ്റ് സ്ഥലം വിട്ടു തന്നപ്പോഴാണ് 425 മീറ്റർ നീളം വരുന്ന ഈ ബൈപ്പാസ് 12 മീറ്റർ വീതിയിൽ നിർമ്മിച്ച് 2 സൈഡും കല്ല് കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് റോളർ ഉപയോഗിച്ച് വാഹന ഗതാഗതത്തിന് യോഗ്യമായ വിധം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന്റെ 1ാം ഘട്ടം ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ TL സാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സഹദേവൻ, ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയ കാസിം കക്കോടൻ എന്നിവർ ചേർന്നാണ് ബൈപ്പാസ് തുറന്നു നൽകിയത്. നിർമ്മാണം പൂർത്തിയാക്കാതെ ബൈപ്പാസ് തുറന്നതിൽ പ്രതിഷേധിച്ച് UDF ചടങ്ങ് ബഹിഷ്കരിച്ചു. വയനാട് വിഷൻ, ബത്തേരി. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 23,58 ലക്ഷം രൂപ വരവും 21,18 ലക്ഷം രൂപ ചെലവും 38,44,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകും. 19-20 വർഷത്തെ ബജറ്റ് മുള്ളൻകൊല്ലി പഞ്ചായത്തിൻ്റെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് 1 കോടിയിൽ പരം രൂപ കൃഷി സംബന്ധമായ ഈ പ്രകൃതി വന്നതിൻ്റെ പേരിൽ 1 കോടി രൂപ ഞങ്ങൾ നൽകുന്നത് കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കാണ്. കുടിവെള്ളം, പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ പാൽ സബ്സിഡി എന്നിങ്ങനെ നിരവധി പദ്ധതികളായിട്ട് മുമ്പോട്ട് ഞങ്ങൾ പോകുന്നു ഈ പ്രാവശ്യം. അതുപോലെ തന്നെ ഭവനനിർമ്മാണം, ആരോഗ്യ മേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ഭാഗം, അങ്ങനെയൊക്കെ തന്നെ 1 കോടിയും ചില്ലറയും കൃഷി സംബന്ധമായ കാര്യത്തിന് ആരോഗ്യ പദ്ധതി, ഭവനനിർമ്മാണം എല്ലാം ഉൾക്കൊണ്ട് തന്നെ ആണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബജറ്റ് ഐക്യമുണ്ടായ പഞ്ചായത്ത് ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് 2019-20 വർഷത്തെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും യാതൊരു പരിഗണനയും നൽകിയില്ലെന്ന് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് CP വിൻസെന്റ് പറഞ്ഞു. ബജറ്റിൽ കർഷകരെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജലസേചനത്തിന് വേണ്ട ഒരു നിർദ്ദേശവും ഇതിൽ വന്നിട്ടില്ല. മറ്റ് കൃഷി മേഖലയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ പാൽ സബ്സിഡി ആർക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ? വളരെ തുച്ഛമായ ക്യാഷാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പാവപ്പെട്ട ഈ കർഷകർക്ക് എത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലുകളും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ ബജറ്റിലും തുക
വേണ്ട രീതിയിൽ മാറ്റിവെച്ചിട്ടില്ല. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട പല കാര്യങ്ങളും കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെ പഞ്ചായത്ത് ഈ രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ച് ഞങ്ങൾ ഇനി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് വേറെ പറയാനില്ല. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് പരിഗണന നൽകിയില്ലെന്നുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് പാഴുക്കാല പറഞ്ഞു. പ്രളയക്കെടുതിയിൽ കർഷകരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വളരെ കർഷക സ്നേഹമുള്ള ഒരു ബഡ്ജറ്റാണ് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് 2019-20 വർഷത്തെ അവതരിപ്പിച്ചത്. മറിച്ച് കർഷകർക്കുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പിന്നെ നമ്മൾ കാണേണ്ടത് കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് ഈ കഴിഞ്ഞ പ്രളയം മൂലം നമ്മുടെ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കർഷകരെ നമുക്ക് സഹായിക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ മുള്ളൻകൊല്ലി പഞ്ചായത്തിനോട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ അവജ്ഞയാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അപേക്ഷകളാണ് കൃഷിനാശം സംഭവിച്ചതിൻ്റെ പേരിൽ മുള്ളൻകൊല്ലി കൃഷി ഓഫീസിൽ മേടിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതിന്മേൽ സംസ്ഥാന സർക്കാർ നാളിതുവരെയായിട്ടും ഒരു രൂപ പോലും കൊടുക്കുവാൻ കർഷകർക്ക് തയ്യാറായിട്ടില്ല. ഇതിനെതിരെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ സമൂഹവും ഉണർന്നു പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും. SYS നീലഗിരി ജില്ലാ കമ്മിറ്റി ഗൂഡല്ലൂർ പാടന്തറ മർക്കസിൽ സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജാതി മത വേർതിരിവുകളില്ലാതെ അവരവരുടെ ആചാരമനുസരിച്ചാണ് വിവാഹം നടന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 400ഓളം യുവതി യുവാക്കളാണ് SYSന്റെ നേതൃത്വത്തിൽ വിവാഹിതരായത്. ഹൈന്ദവരായ വധൂവരന്മാർ ക്ഷേത്രത്തിൽ താലികെട്ടി മർക്കസിന്റെ വേദിയിലെത്തി. തുടർന്ന് പൊതുസമ്മേളനം ആരംഭിച്ചു. വധുവിന് 5 പവൻ ആഭരണങ്ങളും 25,000 രൂപയുമാണ് SYS നൽകുന്നത്. പൊന്മുള അബ്ദുൽ ഖാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബ്ദുൽ സലാം മുസ്ലിയാർ, രാജ്യസഭാ MP KR അർജുനൻ, A മില്ലർ, CKK മദനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു. വയനാട് വിഷൻ, ചീരാൽ. തലപ്പുഴ മക്കിമല ശ്രീ ഉണ്ണി സിദ്ധി വിനായക ക്ഷേത്ര മഹോത്സവവും പൊങ്കാല സമർപ്പണവും സമാപിച്ചു. 18 വൈകിട്ട് നട തുറന്നതോടെ ക്ഷേത്രം തന്ത്രി പുത്തൂർ ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നതോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായത്. 19-ന് നിർമാല്യ ദർശനം, ഗണപതി ഹോമം, തേങ്ങമുട്ട് തുടങ്ങിയവയും ഗാനമേളയും നടന്നു. 20-ന് രാവിലെ പൊങ്കാല സമർപ്പണം നടന്നു. രാത്രിയോടെ മുനീശ്വരൻ കോവിലിൽ നിന്നും ചെണ്ടവാദ്യമേളങ്ങളോടെ താലപ്പൊലി എഴുന്നള്ളത്തും നടത്തി. ഉത്സവ ദിനത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. പാലം എന്ന ചിരകാല സ്വപ്നം പൂവണിഞ്ഞ് തലപ്പുഴ തിണ്ടുമ്മൽ പ്രദേശത്തുകാർ. OR കേളു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് പ്രദേശത്തുകാരുടെ പാലം എന്ന സ്വപ്നം പൂവണിഞ്ഞത്. ഉത്സവാന്തരീക്ഷത്തിൽ OR കേളു MLA പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. തലപ്പുഴ തിണ്ടുമ്മൽ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു പാലം എന്നത്. താൽക്കാലികമായി നിർമ്മിച്ച മരപ്പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ഇപ്പോഴും പ്രദേശത്തെ 300ഓളം വീട്ടുകാർ അക്കരെ ഇക്കരെ കിടക്കുന്നത്. വർഷകാലങ്ങളിൽ തിണ്ടുമ്മൽ പ്രദേശത്തുകാർ ഒറ്റപ്പെടുകയാണ് പതിവ്. പാലമില്ലെങ്കിൽ പിന്നെ 6 കിലോമീറ്റർ താണ്ടി വേണം തിണ്ടുമ്മൽ പ്രദേശത്തുകാർക്ക് തങ്ങളുടെ വീടുകളിലെത്താൻ. ഇത്തരം സാഹചര്യത്തിൽ ഇവിടുത്തുകാർ പാലമെന്ന ആവശ്യത്തിന് മുട്ടാത്ത വാതിലുകളില്ല. ഒടുക്കം OR കേളു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ അനുവദിച്ചതോടെ പാലമെന്ന ഇവിടുത്തുകാരുടെ സ്വപ്നം പൂവണിഞ്ഞു. തലപ്പുഴ തിണ്ടുമ്മൽ പ്രദേശത്തുകാരുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇപ്പോൾ പൂവണിയാൻ വേണ്ടി പോകുന്നത്. മാനന്തവാടി നിയോജക മണ്ഡലം MLA ശ്രീ OR കേളുവിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 75 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ കാലമായിട്ട് പല വേദികളിലും അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആവശ്യമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. ഇത് ഇപ്പോൾ ഇവിടെ ഈ മാനന്തവാടി നിയോജക മണ്ഡലം MLA ശ്രീ OR കേളു മുൻകൈയെടുത്തുകൊണ്ട് ഈ പ്രദേശവാസികളുടെ ആവശ്യം അംഗീകരിച്ചതിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വളരെയധികം ഒരു ഉത്സവച്ചായാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിണ്ടുമ്മൽ പ്രദേശത്തുകാരുടെ ദുരിതയാത്ര പുറം ലോകത്തെ അറിയിച്ചത് വയനാട് വിഷൻ ചാനലാണ്. ഉത്സവാന്തരീക്ഷത്തിൽ OR കേളു MLA പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ, വാർഡ് മെമ്പർ LC ജോയ് തുടങ്ങിയ ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. തവിഞ്ഞാൽ 44-ാം മൈൽ മഖാം ഉറൂസിന് തുടക്കമായി. 22, 23, 24 തീയതികളിലായാണ് ഉറൂസ് നടക്കുന്നത്. 23-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ബുർദ മജ്ലിസിന് നിസാർ ഖുത്ബി, അൽഹാദി മടവൂർ, നൌഫീദ് ഇരിങ്ങല്ലൂർ, സാബിദ് അടിവാരം തുടങ്ങിയവർ നേതൃത്വം നൽകും. രാത്രി 9:30-ന് സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകുന്ന ദിക്ർ ഹൽഗ നടക്കും. ശനിയാഴ്ച 8 മണിക്ക് നടക്കുന്ന ദിക്ർ ഹൽക്കയിൽ സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി, ഹസൻ ഉസ്താദ് തുടങ്ങിയ മഹാന്മാരും സയ്യിദന്മാരും പങ്കെടുക്കുന്നു. ഉറൂസിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച നടക്കുന്ന മൗലിദ് പാരായണത്തിലും ദുആ സമ്മേളനത്തിലും എല്ലാ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവസാനമായി നടക്കുന്ന അന്നദാനത്തിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രളയത്തിൽ തകർന്ന മൂപ്പേനാട് മാൻകൊല്ലിയിലെ കോൺക്രീറ്റ് നടപ്പാലം നന്നാക്കാൻ നടപടിയായില്ല. പ്രദേശവാസികൾ ദുരിതത്തിൽ. പാലം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് 100-ലധികം ആളുകൾ ഒപ്പിട്ട് നൽകിയ നിവേദനം ഫയലിൽ കാണുന്നില്ലെന്ന മറുപടിയാണ് അധികൃതർ നൽകുന്നതെന്നും പരാതിയുണ്ട്. മൂപ്പൈനാട് 15-ാം വാർഡിലാണ് പ്രളയത്തിൽ തകർന്ന മാൻകൊല്ലിയിലെ കോൺക്രീറ്റ് നടപ്പാലം. മാൻകുന്ന് കോളനിയിലെ 30ഓളം ആദിവാസി കുടുംബങ്ങളും ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന 150-ൽ പരം കുടുംബങ്ങളും ആശ്രയിച്ചു വരുന്നതാണ് 15 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ നടപ്പാലം. മേപ്പാടി, അരപ്പറ്റ എന്നിവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ നാട്ടുകാർക്ക് ഏക ആശ്രയം ഈ നടപ്പാലമാണ്. പാലത്തിന്റെ ഫൗണ്ടേഷൻ പൂർണ്ണമായും തകർന്ന് അപകട നിലയിലാണ് ഇപ്പോഴുള്ളത്. പാലം നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 100-ൽ പരം ആളുകൾ ഒപ്പിട്ട നിവേദനം നാട്ടുകാർ 2019 ജനുവരിയിൽ ഗ്രാമപഞ്ചായത്തിൽ നൽകിയിരുന്നു. അപേക്ഷ കൈപ്പറ്റിയതിന്റെ രസീതും നാട്ടുകാരുടെ കയ്യിലുണ്ട്. എന്നാൽ വീണ്ടും അന്വേഷിച്ചപ്പോൾ ആ നിവേദനം തന്നെ ഫയലിൽ ഇല്ലെന്ന നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് അധികൃതരിൽ നിന്ന് ലഭിച്ചതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പഞ്ചായത്ത് നിർമ്മിച്ച പാലാണ്, അതായത് നടപ്പാത എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ അടുത്തുള്ളവരെല്ലാം സ്ഥലം വിട്ടു. ഇപ്പോൾ ഒരു വഴിയായി, ശരിക്കും ഒരു വഴിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് നിവേദനം കൊടുത്തിരുന്നത് ഈ പാലം ഒരു വണ്ടി പോകേണ്ട രൂപത്തിലൊന്ന് ശരിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് നിവേദനം കൊടുത്തു. ആ നിവേദനം ഇപ്പോൾ പഞ്ചായത്തിൽ കാണണില്ല എന്നുള്ള, ആ ഫയൽ കാണണില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ രസീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് പഞ്ചായത്തുകാർ പറയുന്നത് അവരെ കയ്യിലില്ല, അത് കാണുന്നില്ല, അവിടുത്തെ ഫയൽ പരിശോധിച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞേക്കാണ് പഞ്ചായത്തുകാർ. അത് എന്താണ്, ഏത് വിധത്തിലാണ് ഇട്ടേക്കണമെന്നുള്ള അറിയില്ല. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു നിലയിൽ ഒരു മഴൻ്റെ മുന്നായും കൊണ്ട് ഇതൊന്ന് ശരിപ്പെടുത്തി തരികയാണെന്ന് വെച്ചാൽ വളരെ സ്കൂൾ കുട്ടികളും കോളനിയും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരു സർവ്വ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പൊതുവഴി എന്നല്ല, അതൊരു പൊതു റോഡാണ്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം പോയി കയറുന്നത് മുണ്ടക്കായ് റോട്ടുമക്കാണ്, ഒരു ഭാഗം കയറുന്നത് ഇവിടെ മാങ്കുന്ന റോട്ടുമൊക്കെ ഇങ്ങോട്ട് അരിപ്പറ്റയ്ക്ക് പോവാം, മേപ്പാടിക്ക് പോവാം. ഇതെല്ലാം ഒരു പൊതുവഴിയാണിത്. അതുകൊണ്ട് അധികം ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് മഴൻ്റെ മുന്നത് ശരിയാക്കി തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 2019 ഫെബ്രുവരി 22-ന് ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അപേക്ഷ നൽകേണ്ടി വന്നു. നാട്ടുകാർക്ക് സഞ്ചരിക്കാനും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലെത്താനും പാലം നന്നാക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. തമിഴ്നാട് വനംവകുപ്പ് പാട്ടവയലിൽ നിന്നും പിടികൂടിയ പുലിയെ ചെന്നൈ മൃഗശാലയിലെത്തിച്ചു. വില്ലൻപറമ്പിൽ രായിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് ആഴ്ചകൾക്ക് മുൻപ് തമിഴ്നാട് വനംവകുപ്പ് പുലിയെ പിടികൂടിയത്. ആഴ്ചകൾക്ക് മുമ്പ് കാലുകളിലും മുതുകിലും മുറിവുകളോടെയാണ് കിടപ്പുമുറിയിൽ നിന്നും പുലിയെ വനം വകുപ്പ് പിടികൂടിയത്. തുടർന്ന് ബദ്രിക്കാട് റേഞ്ച് ഓഫീസിൽ സുരക്ഷിത സൗകര്യമൊരുക്കി. വെറ്റിനറി സർജൻ മനോഹരന്റെ നേതൃത്വത്തിലുള്ള സംഘം പുലിക്ക് വിദഗ്ധ ചികിത്സ നൽകി. 15 ദിവസത്തെ ഭക്ഷണ ചികിത്സാ ചെലവ് 65,000 രൂപയോളം വനം വകുപ്പ് വഹിച്ചു. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത പുലിയെ ചെന്നൈയിലെ വണ്ടാളൂർ മൃഗശാലയിലെത്തിച്ചു. പിടികൂടിയ പുലിക്ക് ഏകദേശം 1 വയസ്സ് പ്രായം മാത്രമാണുള്ളത്. ഇത് കണക്കിലെടുത്താണ് മൃഗശാലയിൽ എത്തിച്ചതെന്ന് വനം വകുപ്പ് പറയുന്നു. വയനാട് വിഷൻ, ചീരാൽ. കുരങ്ങ് ശല്യത്തിൽ പൊറുതിമുട്ടി മുട്ടിൽ പരിയാരം നിവാസികൾ. കൂട്ടമായി എത്തുന്ന വാനരന്മാർ കുട്ടികളെപ്പോലും ആക്രമിക്കുകയാണ്. പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടറെ സമീപിച്ചിരിക്കുകയാണ്. മുട്ടിൽ പഞ്ചായത്തിലെ 3-ാം വാർഡായ പരിയാരം സ്കൂളിന് സമീപം താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. കൂട്ടമായി എത്തുന്ന വാനരന്മാർ വീടിനുള്ളിൽ കയറി സാധനങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ്. ഇതിനാൽ തന്നെ പല കുടുംബങ്ങളിലുമുള്ളവർക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയാതെ
കുരങ്ങന്മാരെ പേടിച്ച വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. കുട്ടികളെ പോലും കുരങ്ങന്മാർ ആക്രമിക്കുകയും ചെയ്യുന്നു. ഭയങ്കര ശല്യമാണ്. കുരങ്ങ് സ്കൂളിൻ്റെ അടുത്താണ് വീട്. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഭക്ഷണങ്ങളുടെ അടുത്ത് തിന്നിട്ടും കുട്ടികളെ ആക്രമിച്ചിട്ടും വീട് നശിപ്പിച്ചിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വന്നത് കലക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. കലക്ടർ പറഞ്ഞ് നമ്മളെന്തെങ്കിലും ചെയ്തു തരാം, കൂട് വെച്ചെങ്കിലും പിടിച്ച് തൽക്കാലം ശല്യം ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. കുരങ്ങുശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ കൃഷി പോലും നടത്താൻ സാധിക്കുന്നില്ല. പ്രദേശത്തെ കുടിവെള്ളമടക്കം മലിനമാക്കുകയാണ്. വീടുകളിൽ കയറി ഭക്ഷണം എടുത്തുകൊണ്ടു പോകുന്നതും അലക്കിയിട്ട തുണികൾ നശിപ്പിക്കുന്നതുമാണ് കുരങ്ങന്മാരുടെ പ്രധാന വിനോദം. കുരങ്ങിന്റെ ദേഹത്തെ ചെള്ളുകടിച്ച പലർക്കും പനിയടക്കം വന്നതോടെ ഈ പ്രദേശം തന്നെ ഭീതിയിലാണ്. നിരവധി തവണ പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കുരങ്ങിനെ കൂടുവെച്ച് പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കരടി ആക്രമിച്ചു. മുതുമല കടുവ സങ്കേതത്തിലെ മസനഗുഡിയിലെ കാട്ടുപറയിലാണ് സംഭവം. പെട്രോളിങ്ങിനായി പോയ വനംവകുപ്പ് വാച്ചർ അണ്ണാദുരയെയാണ് കരടി ആക്രമിച്ചത്. കൈകാലുകളിലും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ഒപ്പമുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. വീണ്ടും പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ 1000 ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വേനൽ കനത്തു. ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടുതീ. വടക്കനാട് കരിപ്പൂരിൽ 25 ഹെക്ടറോളം വനം കത്തിനശിച്ചു. ബത്തേരി നഗരസഭയിൽ ഭരണസമിതിക്കെതിരായ അവിശ്വാസം നാളെ. ഇരുമുന്നണികളും BJPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകി. നൂൽപ്പുഴ വനം വകുപ്പിനെതിരെ പഞ്ചായത്ത്. വനം വകുപ്പിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും പ്രതിഷേധവുമായി വാർഡൻ ഓഫീസിലെത്തി. ജില്ലാ കൃഷി ഓഫീസറുടെ കർഷക വിരുദ്ധ സമീപനം മാറ്റി കർഷകരെ രക്ഷിക്കണമെന്ന FRF. ജില്ലാ കൃഷി ഓഫീസ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതായും FRF ആരോപണം. SFI ജില്ലാ സമ്മേളനത്തിന് തുടക്കം. പ്രതിനിധി സമ്മേളനം നാളെ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 278 പ്രതിനിധികൾ. വനത്തിൽ താമസിക്കുന്ന ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ ആശങ്കയോടെ വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളും. കേരളത്തിൽ 894 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. സംസ്ഥാനത്തെ തോട്ടം മേഖലയുടെ സംരക്ഷണത്തിന് പ്ലാന്റേഷൻ പോളിസി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.